ഹലോ ഗേസ്, മക്കളുടെ സ്കൂളിൽ ഇന്ന് ഫുഡ് ഫെസ്റ്റിവൽ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയതായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു പോയത്. അപ്പോൾ ഫുഡെല്ലാം കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് നേരത്തെ പോയി 3:30ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഞാൻ ഏകദേശം ഒരു 3:15 ആകുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ പോയി. അപ്പോൾ ഏകദേശം പേരൻസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളായിരുന്നു. അങ്ങനെ ദേവൂട്ടനെയും വീരുട്ടനെയും പിന്നെ ക്ലാസ്സിൽ നിന്നൊക്കെ ഇറക്കി കൊണ്ടുവന്നു. അവർക്ക് ഉള്ള ഭക്ഷണം എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് കൗണ്ടർ 3-4 കൗണ്ടറുകളൊക്കെ ഉണ്ടായിരുന്നു. കൗണ്ടറൊക്കെ നോക്കി. അപ്പോൾ അവർക്ക് ഫ്രൂട്ട് സലാഡാണ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ 2 പേർക്കും ഞാൻ ഫ്രൂട്ട് സലാഡ് വാങ്ങിക്കൊടുത്തു കേട്ടോ. വീരുവിനാണെങ്കിൽ മാങ്ങ ഉപ്പിലിട്ടത് അങ്ങനത്തെ ഐറ്റംസിനോടാണ് കൂടുതൽ അവന് താല്പര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ നീ ഫ്രൂട്ട് സലാഡ് കഴിക്കി, അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ എന്തെങ്കിലും നോക്കാൻ. ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു. ക്യാരറ്റ് പായസം ഉണ്ടായിരുന്നു, ചക്കപ്പായസം, അങ്ങനെ പിന്നെ ദേവൂട്ടിന് ബിരിയാണി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടായിരുന്നു. നോൺ ഫുഡൊന്നും അവിടെ അലൗഡ് അല്ല കേട്ടോ. അപ്പം വെജിറ്റബിൾ ബിരിയാണി വാങ്ങിക്കൊടുത്തു. അങ്ങനെ അത് വാങ്ങി അവൻ കഴിച്ചു. അപ്പോഴത്തെ കുറച്ചൊക്കെ ആൾക്കാരിങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് ഡാൻസ് ഉണ്ട്. പാരൻസിൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെ ഇന്ന് സ്കൂളിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നല്ല നല്ല നാടനായ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ചക്ക അട, ഇലയപ്പം, അതായത് കുമ്പിളപ്പം, പിന്നെ പറയുന്നത് മാങ്ങ ഉപ്പിലിട്ടത്, നെല്ലിക്ക, ക്യാരറ്റ് പായസം, പിന്നെ നമ്മുടെ മസാല ദോശ ഉണ്ടായിരുന്നു. മസാല ദോശ വിത്ത് സാമ്പാർ ആൻഡ് ചട്നി ഉണ്ടായിരുന്നു. ഈ മസാല ദോശ കൊടുക്കുന്ന പ്ലേറ്റ് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു ഇലയിലുണ്ടാക്കിയൊരു പ്ലേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഏകദേശം കുറച്ച് തിരക്കായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടത് കുഴക്കട്ടയാണ്. കുഴക്കട്ട ഉണ്ടായിരുന്നു, പിന്നെ നെയ്യപ്പം ഉണ്ടായിരുന്നു, ഉന്നക്കായ ഉണ്ടായിരുന്നു, സമൂസ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുഴക്കട്ട വാങ്ങിക്കൊടുത്തു കേട്ടോ. പിന്നെ കലത്തപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ കുഴക്കട്ട വാങ്ങിക്കൊടുക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടി വാങ്ങിച്ചു കേട്ടോ. എനിക്കും അപ്പോൾ കുഴക്കട്ട വാങ്ങിച്ചു. ഞാനൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു, പക്ഷെ നല്ല സ്പൈസി ആയിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാവരും കൂടി കുഴക്കട്ടൊക്കെ അവിടെ ഇരുന്ന് കഴിച്ചു. പിന്നെ പായസം ഉണ്ടായിരുന്നു കേട്ടോ. പായസം ചെറുപയർ പരിപ്പ് പായസം ഉണ്ടായിരുന്നു, ക്യാരറ്റ് പായസം, ഇടിച്ചക്ക പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ല എരിവുണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അതിന് പോലെ തന്നെ നല്ല എരിവും ഉണ്ടായിരുന്നു ഇത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പായസം കൂടി എങ്ങനെ വാങ്ങിക്കാൻ വിചാരിച്ചു. അങ്ങനെ പോയിട്ട് ഒരു ചെറുപയർ പരിപ്പ് പായസം വാങ്ങിച്ചിട്ടോ. 20 രൂപയാണ് ഒരു ക്ലാസ്സിന്, കുഴപ്പമില്ല, പക്ഷെ നല്ല നാടൻ സാധനമായിരുന്നു. അപ്പോഴത്തെ ദൈവത്തിന് ആരോ ചക്ക ഇലയട ഉണ്ടല്ലോ, നമ്മുടെ ഇലയട വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ ഇലയട കഴിച്ചു. പിന്നെ കൗണ്ടറിൽ ഏകദേശം വിഭവങ്ങളുടെ കാര്യങ്ങളും കണക്കൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഏകദേശം പാരൻസിൻ്റെ ഡാൻസ് തുടങ്ങാനുള്ള സമയമായി എന്ന അനൗൺസ് വന്നു. അപ്പം ഇതാണ് കേട്ടോ അവരുടെ സ്കൂള്. അങ്ങനെ ഒത്തിരി പാരൻസൊക്കെ അപ്പോഴേക്ക് വരുന്നുണ്ടായിരുന്നു, കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോഴും നമ്മുടെ ഫുഡിൻ്റെ അവിടെയുള്ള തിരക്ക് മാറിയിട്ടില്ല കേട്ടോ. ഐസ്ക്രീമും കാര്യങ്ങളുണ്ടായിരുന്നു, സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു, ബർഗർ ഉണ്ടായിരുന്നു. ഐസ്ക്രീമിലേക്കൊന്നും ഞാൻ പോയിട്ടില്ലായിരുന്നു, കാരണം അവർക്ക് പെട്ടെന്ന് അസുഖം വരുന്നതുകൊണ്ട് ഞാൻ ഐസ്ക്രീമൊന്നും ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ പിന്നെ ഫുഡ് സെക്ഷൻ ജസ്റ്റ് ഒന്ന് നടന്നു, ഒന്നും കൂടി ഒരു വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ തന്നെ ഏകദേശം ഒത്തിരി വിഭവങ്ങളൊക്കെ കഴിയാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. പാൽക്കപ്പ ഉണ്ടായിരുന്നു, പാൽക്കപ്പ ഒരു സ്പെഷ്യലായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അനൗൺസ് വന്നു, അങ്ങനെ ആ ഡാൻസൊക്കെ തുടങ്ങുകയാണ്. അപ്പം നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു കേട്ടോ. എല്ലാ പേരൻസും കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ, ഒരു 1 വീക്കിനുള്ളിലാണ് എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് ഡാൻസൊക്കെ കളിച്ചത്. പക്ഷെ എല്ലാം സൂപ്പറായിരുന്നു, നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു. എന്നെയും കളിക്കാൻ വിളിച്ചിരുന്നു അവിടെ, പക്ഷെ ഞാൻ പോയിട്ടില്ല, അവർക്ക് എക്സാമൊക്കെ ആയതുകൊണ്ടേ അങ്ങനെ ഞാൻ പോയിട്ടില്ല. പിന്നെ നമ്മുടെ അഞ്ജുവിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ അഞ്ജു ഉണ്ടായിരുന്നു, അപ്പോൾ അവളുടെ ഡാൻസ് ഉണ്ടായിരുന്നു. പിന്നെ അപ്പോഴത്തെ കുറച്ച് ഇരുട്ടായി, ഏകദേശം 6:30 ഒക്കെ ആയപ്പോൾ പിന്നെ പോകണമല്ലോ. ഇതാണ് അഞ്ജു, അറിയാമല്ലോ. അവൾക്ക് ചടപ്പാണ് ക്യാമറേൻ്റെ മുന്നിൽ നിൽക്കാൻ. പിന്നെ ഞങ്ങളത് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് എൻ്റെ കസിനായ നിതിനെ കണ്ടത്. അപ്പോൾ അവനെയും കണ്ടപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ ബൈ സീ യു എന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ.